നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 തുടങ്ങിയ പിന്നെ തട്ടിപ്പുകളുടെ ഒരു പുതിയ കാലം കേരളത്തിൽ തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു തീർത്തേ ഉള്ളായിരുന്നുള്ളൂ. അതേപോലെ 2025 തുടങ്ങി പിന്നെ കൊലപാതകങ്ങൾ പല തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതൊരു പുതിയ തരത്തിലുള്ളൊരു കൊലപാതകവും നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലുള്ള അഫാൻ എന്നൊരു ചെറുപ്പക്കാരൻ പുള്ളിയുടെ കുടുംബത്തിലുള്ള 4 പേര് പിന്നെ കാമുകീനെയും ചേർത്ത് 5 പേരെ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള പല മീഡിയകളിലൂടെയും നമ്മൾ അറിയുന്നത് അഫാൻ എന്ന ചെറുപ്പക്കാരൻ പലതരത്തിലുള്ള ഡ്രഗ്സ്, മയക്കുമരുന്ന്, കഞ്ചാവ് ഇതിനൊക്കെ അടിമയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് അവർ പറയുന്നത് അഫാൻ യാതൊരു തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമയല്ലായിരുന്നു. പയ്യനാകെ ഒന്ന് തലയ്ക്ക് വെളിവില്ലാണ്ട്, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കുറച്ച് കൊലപാതകവും ചെയ്തിട്ട് ഇച്ചിരി പോയി മദ്യവെച്ചു. ഒരല്പം മദ്യം മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അതിനകത്ത് ഇച്ചിരി വിഷം കഴിച്ച് മരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത്. എന്താണ് അഫാൻ്റെ മാനസിക നില എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനു മുൻപ് കേരളത്തിനെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിൽ നടന്നൊരു കൂട്ടക്കൊലയാണ്. പലർക്കും ഓർമ്മയുണ്ടാവും. ഒരു കുടുംബത്തിലെ 6 പേരെ നിർദ്ദയം വെട്ടിക്കൊന്നൊരു സംഭവമായിരുന്നത്. പക്ഷേ ഇതിൽ 5 പേര് മരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പുള്ളിയുടെ ഒരു രീതി, പുള്ളി കൊന്ന രീതിയാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. ആദ്യം വീട്ടിലുണ്ടായിരുന്ന സ്വന്തം ഉമ്മേനെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. അവിടുന്ന് പുള്ളിയുടെ 92 വയസ്സുകാരിയായ വല്യമ്മ അവിടുന്ന് കൊണ്ട് 10-16 കിലോമീറ്റർ അപ്പുറം കണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് ചുറ്റിയും കൊണ്ട് അടിച്ചു കൊന്നു. പിന്നെ അവിടുന്ന് 10 കിലോമീറ്ററും കൊണ്ട് മാറിയാണ് പുള്ളിയുടെ വല്യപ്പയായ ലത്തീഫിൻ്റെ ഭാര്യയും താമസിക്കുന്നത്. അങ്ങോട്ട് ചെന്നു. അവിടെ അവരെ രണ്ടുപേരും വകവരുത്തി. അതിനുശേഷം തിരിച്ചു വരുന്നു. അനിയനെ കാണുന്നു. വീട്ടിൽ അനിയനെ കൊല്ലുന്നു. പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാമുകീനെ വഴിയിൽ വെച്ച് കാണുന്നു. കാമുകി പുള്ളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് അവളെയും തലയടിച്ച് കൊല്ലുന്നു. ആളുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആ നാട്ടിലുടനീളം ആർക്കും ഒരു പരാതിയില്ലാത്തൊരു പയ്യൻ, എവിടെയോ ഒരു പേരുദോഷം കേൾപ്പിക്കാത്തൊരു പയ്യനായിരുന്നു അഫാൻ. ഇപ്പോൾ പുറത്തു വരുന്ന കഥകളനുസരിച്ച് കുടുംബത്തിനുണ്ടായിരുന്ന പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളാണ് ഇതിന് കാരണമെന്നറിയുന്നു. പുള്ളിയുടെ വാപ്പയെ കൊണ്ടോ പുറത്തും കൊണ്ടോ എന്തൊക്കെയോ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് നേരിട്ട ചില സാമ്പത്തിക ബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് പുള്ളി സൗദിയിൽ തന്നെയാണ്. നാട്ടിലും ഒരുപാട് കടങ്ങളുണ്ട്. ഒരുപക്ഷെ വാപ്പയുടെ അവിടുത്തെ ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് പലരുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടാവാം. പിന്നെ ഉമ്മയുടെ ചികിത്സയ്ക്കായിട്ട് മേടിച്ച കുറേ കാശിൻ്റെ കടമുണ്ടാവാം. ഈ അഫാൻ്റെ വല്യമ്മയും വല്യപ്പയും പുള്ളിയുടെ ഭാര്യയും അവരൊക്കെ അഫാനെ വല്ലാണ്ട് അവഗണിച്ചു എന്നൊക്കെയുള്ള കഥകളാണ് പുറത്തു വരുന്നത്. പൈസയൊന്നും കൊടുക്കില്ലായിരുന്നു, കൊടുത്ത പൈസയുടെ പേരിൽ പലതരത്തിലും കുറ്റപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കഥകൾ പറയപ്പെടുന്നത്. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ഒരു പോക്ക് വളരെ തെറ്റായ ദിശയിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചൊടിക്കുകയും വീണ്ടും വിചാരമില്ലാണ്ട്, ഒരു വെളിവില്ലാണ്ട് ചുമ്മാ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു തലമുറയുണ്ടല്ലോ, അത് വലിയ കഷ്ടം തന്നെയാണ് കാണുമ്പോൾ. ഇന്നത്തെ ചെറുപ്പക്കാർ യാതൊന്നും ആലോചിക്കുന്നില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു നിമിഷം അവർക്ക് തോന്നുന്ന എന്താണോ അവരതങ്ങ് ചെയ്യുവാണ്. ഒരാളെ കൊല്ലാൻ തോന്നുവാണോ അതങ്ങ് കൊന്നു കളഞ്ഞേക്കുക. അല്ലാണ്ട് ഒരു തരത്തിലുള്ള വീണ്ടും വിചാരമില്ലാത്തൊരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന കൊലപാതകങ്ങളും അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുപ്പക്കാരുടെയൊക്കെ പ്രായം 20-25 വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാരാണ്. നമ്മുടെ ഒരു 10-20 വർഷം മുമ്പ് 40-45 വയസ്സുള്ള ആണുങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ് ഇന്നത്തെ 20-25 വയസ്സുള്ള ചെറുപ്പക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ 90 കിഡ്സും ജെൻ സിയിലും തമ്മിലുള്ള വ്യത്യാസം. ഈ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ
ഉള്ള ചെറുപ്പത്തിലുള്ള കഷ്ടപ്പാടുകളും എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളിലും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നമ്മളെ ഏത് തരത്തിലാണ് വളർത്തിയതെന്ന് നമുക്കറിയാം. അവർ നമ്മളെ തല്ലേണ്ടടുത്ത് തല്ലി തന്നെയാണ് നമ്മളെ വളർത്തിയിരുന്നത്. ഇന്നത്തെ ഒരു 2000-ന് ശേഷമൊക്കെ ജനിച്ച പിള്ളേരുടെ കാര്യം ഇതുപോലെയല്ല. അവരൊക്കെ വളർന്ന് വീണതേ ടെക്നോളജിയുടെ നടുക്കിലേക്ക്. വളർന്ന് വീഴുന്നത് കണ്ടു വളർന്നതൊക്കെ മൊബൈൽ ഫോണും ടാബ്ലറ്റും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ, ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റിൻ്റെ നടുക്കോട്ടാണ് അവരൊക്കെ പിറന്നു വീഴുന്നത് തന്നെ. ഈ പുതിയ തലമുറയിലെ പിള്ളേർക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ചങ്കൂറ്റമാണ്. നമുക്കൊക്കെ 90s-ലെയും 80s-ലെയും കിഡ്സിനൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യമാണത്, ചങ്കൂറ്റം. നമ്മളൊക്കെ തന്നെ ഈ വലിയ ടെക്നോളജിയുടെ കാലത്താണ് നമ്മളൊക്കെ ജനിച്ചിരുന്നത്. നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മുടെ എത്ര വീടുകളിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു? മൊബൈൽ പോട്ടെ, ടെലിഫോൺ എത്ര വീട്ടിലുണ്ടായിരുന്നു? ഒരു TV എത്ര വീട്ടിലുണ്ടായിരുന്നു? റേഡിയോ എത്ര വീട്ടിലുണ്ടായിരുന്നു? നമ്മുടെയൊക്കെ കാലഘട്ടത്തെ എല്ലാം പൂജ്യത്തിൽ നിന്നും തുടങ്ങി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ നമ്മുടെ അപ്പനപ്പന്മാരായിട്ട്. അത് കണ്ടു വളർന്ന നമ്മളൊക്കെ ഈ നിലയിലെത്തിയത്. നമുക്കൊക്കെ ഇന്നും നഷ്ടപ്പെട്ടാലും നമുക്കൊക്കെ ഒരു പുല്ലുമില്ല. നമ്മളൊക്കെ ഇറങ്ങി കിളയ്ക്കും വേണമെങ്കിൽ പറമ്പിൽ. അല്ലാണ്ട് ഞാൻ വളർന്നത് ഇങ്ങനെയാണ്, ഞാൻ 4 നേരം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വളർന്നതാണ്, എനിക്കിനി ഒരു ഇല്ലായ്മയുടെ ലോകത്തേക്ക് ഞാനിനി പോകില്ല, അതുകൊണ്ട് ഞാനും പോകില്ല, എൻ്റെ വീട്ടുകാരെ ഞാൻ വിടില്ല, എല്ലാത്തിനും തല്ലിക്കൊല്ലും, ഞാനും ചാവും എന്ന മട്ടിലൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ. ഈ ധൈര്യമില്ലാത്ത ഈ പുതുതലമുറയെ കൊണ്ട് എന്ത് ചെയ്യാനെൻ്റെ സുഹൃത്തുക്കളെ? പേടിക്കണം ഈ തലമുറേനെ. നമ്മൾ 80s-ലെ 90s-ലെ കിഡ്സൊക്കെയാണ് നമ്മൾ പടച്ചു വിടുന്നതാണ് ഈ പുതുതലമുറ. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. പിള്ളേരെ വളർത്തേണ്ട രീതിയിൽ തന്നെ വളർത്തണം. അവരെ കഷ്ടപ്പാടുകൾ അറിയിച്ച് തന്നെ വളർത്തണം. ഈ വീഡിയോ കാണുന്ന 80s 90s കിഡ്സിലെ ആൾക്കാരറിയാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ നോക്കുക. ചെക്കനായാലും ശരി പെണ്ണായാലും ശരി, നമ്മളൊരു വഴി കാണിച്ചു കൊടുക്കുക അവർക്ക്. അവരെ നിയന്ത്രിച്ചങ്ങ് വല്ലാണ്ട് രീതിയിലങ്ങ് നിയന്ത്രിക്കാനല്ല പറയണത്. പക്ഷേ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടും ചൊവ്വാവാത്തവരെ അത് നമ്മൾ പുകഞ്ഞ വള്ളി പുറത്തുനിന്ന രീതിയിൽ തന്നെ അവർക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ അവരോട് പെരുമാറിക്കോണം. പോവുകയാണെങ്കിൽ ഒരാളല്ലേ പോവുള്ളൂ സുഹൃത്തുക്കളെ, കുടുംബത്തിലെ എല്ലാവരും കൂടെ പോകില്ലല്ലോ.